ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെ രണ്ട് കാര്യമാണ് നാം കാണുന്നത്. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്, ഈ ഒന്നായിരിക്കുക, കൂട്ടായ്മയിൽ ആയിരിക്കുന്നതിന് വേണ്ടി ഈശോ തൻ്റെ മഹത്വം നമുക്ക് നൽകിയിരിക്കുന്നു. ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മയല്ല, നാം ഈശോയുമായുള്ള കൂട്ടായ്മയെ. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിന് വേണ്ടി, അവർ എല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി അവർ എന്നിലായിരിക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടയിൽ കൂട്ടായ്മ ഉണ്ടാകുവാൻ നാം പരസ്പരം ഒന്നായിരുന്നാൽ പോരാ, നാം ഈശോയോട് ഒന്നാകണം. നാം എല്ലാവരും ഈശോ എന്ന ഒരൊറ്റ വ്യക്തിയോട് ഐക്യപ്പെടുമ്പോഴാണ് നമുക്കെല്ലാവർക്കും യഥാർത്ഥമായ കൂട്ടായ്മ ഉണ്ടാകുന്നത്. ഞാൻ വേറൊരു വ്യക്തിയോട് ഒന്നാകുവാൻ വേണ്ടി ഞാൻ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയതുകൊണ്ട്, മറ്റൊരു വ്യക്തി എന്നോട് ഒന്നാകാൻ വേണ്ടി ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയതുകൊണ്ട്, അങ്ങനെ എല്ലാവരും ആരെങ്കിലുമൊക്കെയായി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയതുകൊണ്ട് യഥാർത്ഥമായ കൂട്ടായ്മ ഉണ്ടാകുന്നില്ല. പിന്നെയോ എല്ലാവരും ഈശോ എന്ന ഒരൊറ്റ വ്യക്തിയുമായി ഐക്യപ്പെടാൻ വേണ്ടി തങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ പരിവർത്തനങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുവാൻ തയ്യാറാകുമ്പോൾ യഥാർത്ഥമായ കൂട്ടായ്മ, യഥാർത്ഥമായ ഐക്യം ഉണ്ടാകും. മറ്റൊരു വ്യക്തിയെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആ വ്യക്തിക്ക് സന്തോഷകരമാകുന്ന സത്യങ്ങൾ പറയുക, അങ്ങനെ എല്ലാവരും ആരെയെങ്കിലുമൊക്കെ സന്തോഷിപ്പിക്കുന്നതായ കാര്യങ്ങൾ, സത്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഐക്യമുണ്ടാവുകയില്ല. യഥാർത്ഥ സത്യമായ ഈശോയെ എല്ലാവരും സ്വീകരിക്കുമ്പോൾ, യഥാർത്ഥ സത്യമായ ഈശോയിൽ എല്ലാവരും ചരിക്കുവാൻ തുടങ്ങുമ്പോൾ, യഥാർത്ഥ സത്യമായ ഈശോയോട് എല്ലാവരും സ്വയം ഐക്യപ്പെടുത്തുമ്പോൾ എല്ലാവരും ഈ സത്യത്താൽ ബന്ധിതമായ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുകയും, എന്നുവെച്ചാൽ യഥാർത്ഥമായ കൂട്ടായ്മ എന്ന് പറയുന്നത് ഈശോയുമായുള്ള കൂട്ടായ്മ, വ്യക്തികളുടെ ഇടയിലുള്ള കൂട്ടായ്മയല്ല. വ്യക്തികളുടെ ഇടയിലുള്ള യഥാർത്ഥമായ കൂട്ടായ്മ, നമ്മെ എല്ലാവരെയും ഐക്യത്തിലാക്കുന്ന കൂട്ടായ്മ, അത് നമുക്ക് ഓരോരുത്തർക്കും ഈശോയുമായുള്ള കൂട്ടായ്മയും. സ്നേഹമുള്ളവരെ, ഈ ഈശോയുമായുള്ള കൂട്ടായ്മയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈശോയുടെ തന്നെ മഹത്വമാണ്. ഈശോയുടെ തന്നെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കുകയും ഈശോയുടെ തന്നെയായ സ്വർഗീയമായ ദൈവപിതാവ് നൽകുന്ന മഹത്വീകരിക്കപ്പെട്ടതായ ഒരു ജീവിത അവസ്ഥയിലേക്ക് നാം പ്രവേശിക്കുന്നത് നാം ഈശോയുമായുള്ള കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോൾ. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ത്രിത്വത്തിലെ ഈശോയും പിതാവും തമ്മിലുള്ള കൂട്ടായ്മയുടെ സാദൃശ്യത്തിലുള്ള ഒരു കൂട്ടായ്മയായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്.
നാം ഓരോരുത്തരും അനുഭവിക്കേണ്ടതായ കൂട്ടായ്മ എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വത്തിൽ പിതാവും ഈശോയും പരിശുദ്ധാത്മാവിൽ ഒന്നായിരിക്കുന്നത് പോലെ ഉള്ളതായ ഒരു കൂട്ടായ്മ. ഈ കൂട്ടായ്മ നമുക്കും സംലഭ്യമാക്കുന്നത് അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ്. നാം ഓരോരുത്തരും ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ, നാം ഓരോരുത്തരും ഈശോയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോൾ, നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ ബന്ധിതമാകുമ്പോൾ നാം അതേ കൂട്ടായ്മയിലേക്ക് കടന്നു വരികയും ആ കൂട്ടായ്മയിലേക്ക് നാം കടന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നു. സ്നേഹമുള്ളവർ, ഈശോയുടെ ദൈവത്വം, ഈശോയാണ് ഏക രക്ഷകൻ. ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന, മനുഷ്യ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായി കടന്നു വന്ന ഏക രക്ഷകൻ, ഏക ദൈവം, അത് ഈശോ മാത്രമാണ് എന്ന് ലോകം അറിയുന്നത് നമ്മുടെ ജീവിതത്തിലൂടെയാ, നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെയാ. ഏത് കൂട്ടായ്മ? വിശുദ്ധമായ ഈ കൂട്ടായ്മ, ഈ ഹോളി കമ്മ്യൂണിലൂടെ. സ്നേഹമുള്ളവരെ, നാം ഓർക്കണം, നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഹോളി കമ്മ്യൂണിയൻ എന്ന്. വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം, ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരേ അപ്പത്തിൽ നിന്ന്, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന തരത്തിൽ ഒരു കുടുംബമായി മാറുകയല്ല, ഒരു ശരീരമായി മാറുകയും, ഈശോയാകുന്ന ഒരൊറ്റ ശരീരത്തിൽ നിന്ന് എല്ലാവരും ഭക്ഷിക്കുന്നതിലൂടെ, സ്വീകരിക്കുന്നതിലൂടെ എല്ലാവരും ആ ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയും. നമുക്കറിയാം, തിരുസഭയുടെ സനാതനമായ പ്രബോധനമനുസരിച്ച് ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർ എന്ന് പറയുന്നത് ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർ മാത്രമല്ല, സഭയുടെ കാതോലികതയുടെ സമഗ്രത ഓരോ വിശുദ്ധ കുർബാനയിലും സന്നിഹിതമാണ് എന്ന തിരുസഭയുടെ വിശ്വാസ പ്രബോധനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിലും ശുദ്ധീകരണ സ്ഥലത്തിലും ഈ ഭൂമിയിലുമുള്ള സഭ മുഴുവൻ ഓരോ വിശുദ്ധ കുർബാനയിലും സന്നിഹിതമാണ്. സ്നേഹമുള്ളവരെ, എന്ന് പറഞ്ഞാൽ നാം ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സ്വർഗത്തോട് നാം നമ്മെ തന്നെ ഐക്യപ്പെടുത്തുകയും, സ്വർഗത്തോട് നാം നമ്മെ തന്നെ ഐക്യപ്പെടുത്തുകയാണ്. സ്വർഗവുമായുള്ള സ്വർഗീയമായതായ ഒരു കൂട്ടായ്മയിലേക്ക്, വിശുദ്ധമായ ഒരു കൂട്ടായ്മയിലേക്ക് വിശുദ്ധ കുർബാനയിലൂടെ നാം പ്രവേശിക്കുന്നത്. ഈ വിശുദ്ധ കുർബാനയിലൂടെ സ്വർഗീയമായ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നാം മാറുന്നതിലൂടെ നമ്മുടെ വ്യക്തിത്വം പരിവർത്തനപ്പെടുകയും നമ്മുടെ ജീവിതത്തിലൂടെ ഈ ലോകത്തോട് ഈശോയെ പ്രഘോഷിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള വ്യക്തിത്വങ്ങളായി നാം മാറുകയും, നമ്മുടെ ജീവിതം ഈശോയെ പ്രഘോഷിക്കുന്ന ജീവിതങ്ങളായി മാറും. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ അവരെ സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ, ലോകം അറിയട്ടെ. സ്നേഹമുള്ളവരെ, നാം ഈ കൂട്ടായ്മയിൽ, ഈ സ്വർഗീയമായ കൂട്ടായ്മയുടെ ഭാഗമായി മാറുന്നതിലൂടെ, ഈശോ തന്നെ നമ്മളോട് ഐക്യപ്പെടുന്നതിലൂടെ, നാം ഓരോരുത്തരോടും ഈശോ ഐക്യപ്പെടുന്നതിലൂടെ, ഈശോ എന്ന ഒരൊറ്റ വ്യക്തി നാം എല്ലാവരോടും ഐക്യപ്പെടുന്നതിലൂടെ, അല്ലെങ്കിൽ ഈശോ എന്ന ഒരൊറ്റ വ്യക്തിയോട് നാം എല്ലാവരും ഐക്യപ്പെടുന്നതിലൂടെ നാം സ്വീകരിക്കുന്ന ആ സ്വർഗീയമായ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തെ അത്രമാത്രം സ്വാധീനിക്കുകയും അത്രമാത്രം രൂപാന്തരപ്പെടുത്തുകയും
അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ ഈശോയാണ് ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി പിതാവ് അയച്ച ഏകദൈവമായ ഏകരക്ഷകനെന്ന് ലോകത്തോട് നമ്മുടെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുവാൻ, പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, അത് നാം വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 49 വാക്യത്തിൻ്റെ 5-6 വാക്യങ്ങൾ, യാക്കോബിനെ തിരികെ കൊണ്ടുവരുവാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കുവാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തൻ്റെ ദാസനെ രൂപപ്പെടുത്തി കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് എന്നെ ആദരിക്കുന്നു. ദൈവം തൻ്റെ മഹത്വം നമുക്ക് നൽകുകയാണ് ഈ കൂട്ടായ്മയിലൂടെ. നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയുടെ മഹത്വീകരിക്കപ്പെട്ട ശരീരം നമ്മുടെ മാനുഷിക ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തെ ആവരണം ചെയ്യുന്ന, നമ്മുടെ ആന്തരികതയിൽ നിറയുന്ന അനുഭവത്തിലേക്ക് നാം കടന്നു വരികയും നാം എന്തുമാത്രം നമ്മെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ച് നാം നമ്മെ തന്നെ ശൂന്യവൽക്കരിക്കുന്നുവോ അത്രമാത്രം സ്വർഗത്തിൻ്റെ മഹത്വം, സ്വർഗത്തിൻ്റെ വിശുദ്ധി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി അങ്ങനെ ദൈവം ആദരിക്കുന്ന, ദൈവം ശക്തിപ്പെടുത്തുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറുന്നു. അതെന്തേ വേണ്ടിയാ? അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്തുവാനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കുവാനും നീ എൻ്റെ ദാസനായിരിക്കുക. എനിക്ക് വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. എൻ്റെ രക്ഷ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. സ്നേഹമുള്ളവരെ, ഈശോയുടെ മഹത്വവും ഈശോയുടെ ശക്തിയും നമ്മിൽ നിറയുമ്പോൾ, ഈശോയുടെ മഹത്വവും ഈശോയുടെ ശക്തിയും നമ്മിൽ നിറയുമ്പോൾ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്തുവാനും അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കുവാനും പ്രാപ്തിയുള്ള ഈശോയുടെ വിശ്വസ്ത സാക്ഷിയാക്കി ഈശോ നമ്മെ മാറ്റുകയും, ഈശോയ്ക്ക് അത് വലിയ കാര്യമൊന്നുമല്ല, ദൈവത്തിന് അതിന് വലിയ കാര്യമൊന്നുമല്ല, നമ്മുടെ കഴിവോ നമ്മുടെ ശക്തിയോ അതിന് പര്യാപ്തമല്ല. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 4 വാക്യം, ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ഞാൻ ചെലവഴിച്ചു, എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. നമ്മുടെ മാനുഷികമായ ശക്തി കൊണ്ട് നാം എങ്ങനെയൊക്കെ അധ്വാനിച്ചാലും നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക സാധ്യമല്ല. നമ്മുടെ മാനുഷികമായ ശക്തിയോ കഴിവോ ഒന്നും അതിന് പോരാ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊലോസ്സോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1 4 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു, സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ഈശോയ്ക്ക് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. എന്നാൽ സ്ലീഹായുടെ ശാരീരികമായ അധ്വാനങ്ങളെക്കുറിച്ചും പരിശ്രമങ്ങളെക്കുറിച്ചൊക്കെ അതിനെക്കുറിച്ച് പറയുകയും എന്താ പറയുന്നത്? എല്ലാ മനുഷ്യരെയും ഈശോയിൽ പക്വത പ്രാപിച്ചവരാക്കുവാൻ വേണ്ടി, എല്ലാ മനുഷ്യരെയും ഈശോയിൽ പക്വത പ്രാപിച്ചവരാക്കുവാൻ വേണ്ടി ഞങ്ങളെല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. സ്ലീഹ പറയുകയാണ്, എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, സ്ലീഹ വചനം പ്രഘോഷിച്ചത് ക്രിസ്ത്യാനികളോടല്ല, സ്ലീഹ വചനം പ്രഘോഷിച്ചത് യഹൂദരോടല്ല, സ്ലീഹ വചനം പ്രഘോഷിച്ചത് സകല ജാതികളോടും സകല മതസ്ഥരോടും സകല വിശ്വാസങ്ങളും കൊണ്ടു നടക്കുന്നവരോടും സകലരെയും ഈശോയെക്കുറിച്ച് പഠിപ്പിക്കുകയും സകലർക്കും മുന്നറിയിപ്പ് നൽകുകയും നിങ്ങൾ ഈശോയെ സ്വീകരിക്കുക, ഈശോയിലാണ് ഏകരക്ഷകൻ,
ഈശോയാണ് ഏകരക്ഷകൻ. ലോകം മുഴുവനും രക്ഷ ലഭിക്കുവാൻ സംലഭ്യമായ രക്ഷയുടെ സദ്വാർത്ത ഈശോയാണ്, ഈശോയെക്കുറിച്ചുള്ളതാണ് എന്ന് ശ്ലീഹ പഠിപ്പിച്ചു. എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും ഈ വിജ്ഞാനം പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ അധ്വാനിക്കുന്നുവെന്ന് ശ്ലീഹ പറയുകയാണ്. ഈശോയുടെ ശക്തിയ, ഈശോയുടെ പരിശുദ്ധാത്മ ശക്തിയ, ഈശോ നൽകുന്ന ശക്തിയ, ഈശോയുടെ പരിശുദ്ധാത്മ ശക്തിയ ശ്ലീഹായിലൂടെ ലോകത്തോട് ഈ സദ്വാർത്ത പ്രഘോഷിച്ചത്. ശ്ലീഹായിലൂടെ ഈ വചനത്തിൻ്റെ സാക്ഷിയായി, ശക്തിയായി, സാക്ഷിയായി ഈ വചനം ലോകത്തോട് പ്രഘോഷിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ വചനം പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 7-ാമത്തെ വാക്യം, അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം, എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല, എൻ്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോ മാത്രമാ ദൈവം, ഈശോ മാത്രമാ രക്ഷകൻ, ഈശോ മാത്രമാ കർത്താവ്. ഇത് ലോകം മുഴുവൻ അറിയണം. ഇത് ലോകം മുഴുവനും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്തയാണ്. ഇത് ഏതാനും വ്യക്തികൾക്ക് വേണ്ടിയുള്ളതല്ല, ലോകം മുഴുവനുമുള്ള സദ്വാർത്തയാണ്. ഇത് ലോകം മുഴുവൻ്റെയും മുമ്പിൽ പ്രഘോഷിക്കപ്പെടുവാൻ സാധിക്കത്തക്ക വിധം ഈശോയുടെ സാക്ഷികളായി നമ്മുടെ ജീവിതങ്ങൾ മാറണം. നമ്മുടെ ജീവിതം വീരോചിതമായ ഒരു സാക്ഷ്യഭാവത്തിലേക്ക് ഉയരണം. ഈശോയോട് ഐക്യപ്പെട്ട് ഈശോയുടെ മനോഭാവങ്ങൾ സ്വന്തമാക്കി ഈശോയെപ്പോലെ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തപ്പെടുന്ന ജീവിതങ്ങൾ, മഹത്വീകരിക്കപ്പെട്ട ജീവിതങ്ങൾ, ഈശോ തൻ്റെ മഹത്വം നമുക്ക് നൽകിയെന്ന് പറയുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റേത് പോലത്തെ മഹത്വമല്ല ഈശോ നമുക്ക് നൽകുന്നത്. സൽപ്പേരും സ്ഥാനമാനങ്ങളും സമ്പത്തും സുഖസൗകര്യങ്ങളും ഈ ലോകത്തിൻ്റെ മഹത്വത്തിൻ്റെ അടയാളങ്ങളും പ്രതീകങ്ങളും സവിശേഷതകളുമാണ് എങ്കിൽ സുവിശേഷത്തിലെ മിശിഹായുടെ മഹത്വത്തിന് ഒരൊറ്റ സവിശേഷതയുള്ളൂ. കാൽവരി മലമുകളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ 3 ആണികളിൽ തൂങ്ങിക്കടന്നുകൊണ്ട് മഹത്വം പ്രാപിച്ച ഒരു മിശിഹായ നമ്മുടെ എല്ലാവരുടെയും കർത്താവ്. ആ മഹത്വം ലോകത്തിന് വിഭാവനം ചെയ്യാവുന്ന മഹത്വമല്ല. ആ മഹത്വം പിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കിയപ്പോൾ പിതാവ് നൽകിയ മഹത്വം. പിതാവ് ഈശോയെ മഹത്വപ്പെടുത്തിയത്. ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി സ്വയം യാഗമായി മാറുക എന്ന പിതാവിന് ഈശോയെക്കുറിച്ചുണ്ടായിരുന്ന പദ്ധതി ഈശോ പൂർത്തിയാക്കിയത് വഴി പിതാവ് ഈശോയ്ക്ക് നൽകിയ മഹത്വത്തിലാണ് നാം ഓരോരുത്തരും പങ്കുപറ്റേണ്ടത് എങ്കിൽ ഈശോ മഹത്വം പ്രാപിച്ച അതേ വഴിത്താരയിൽ ഈശോയെ അനുഗമിച്ചുകൊണ്ട് ഈശോ മഹത്വം പ്രാപിച്ച അതേ അവസ്ഥയിൽ നാം ഈശോയോട് ഐക്യപ്പെട്ടുകൊണ്ട് ഈശോയുടെ മഹത്വം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും. അതിലൂടെ മാത്രമേ സാധിക്കൂ. ഈശോ നടന്ന കുരിശിൻ്റെ വഴിയിൽ ഈശോയെ അനുഗമിച്ച് ഈശോ പ്രാപിച്ച കുരിശമരണത്തിലൂടെ ഈശോയോട് ഐക്യപ്പെട്ട് ഈശോ സ്വന്തമാക്കിയ മഹത്വം സ്വന്തമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഈശോയുടെ മരണത്തോട് നാം ഐക്യപ്പെടുമ്പോൾ, ഈശോയുടെ മുറിവുകളോട് നാം ഐക്യപ്പെടുമ്പോൾ, ഈശോയുടെ സ്വയം ശൂന്യവൽക്കരണത്തോട് നാം ഐക്യപ്പെടുമ്പോൾ നാം ഈശോയെ സ്വന്തമാക്കുകയും ഈശോയുടെ മഹത്വം സ്വന്തമാക്കുകയും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം വായിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം
7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറഞ്ഞു, സ്വരമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ ഉറവ അവനിൽ നിന്ന് ഒഴുകും. അവനിത് പറഞ്ഞത് അവർ തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. കാരണം അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. കാരണം അതുവരെയും ഈശോ മഹത്വീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. സ്നേഹമുള്ളവർ, ഈശോ മഹത്വീകരിക്കപ്പെട്ടപ്പോൾ ഈശോയുടെ ആത്മാവ് നൽകപ്പെടുന്നത്. ഈശോ മഹത്വീകരിക്കപ്പെടാതെ ഈശോയുടെ ആത്മാവ് നൽകപ്പെടുകയില്ലായിരുന്നു. സ്നേഹമുള്ളവരെ, ഈശോ എവിടെയാ തൻ്റെ ആത്മാവിനെ നൽകിയത്? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഈശോ തൻ്റെ ആത്മാവിനെ നൽകുന്നുണ്ട്. 31-ാമത്തെ വാക്യത്തിൽ എപ്പോഴാ? മരിച്ചപ്പോൾ. സ്നേഹമുള്ളവരെ, ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ആത്മാവിനെ നൽകി. വായിക്കുന്നുണ്ട്, ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ പടയാളികൾ ഒരുവൻ അവൻ്റെ വിലാപ്പുറത്ത് കുത്തി, അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി. ആ ജലമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്, ആ രക്തമെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയെ. ഈശോയുടെ മരണത്തിലൂടെ ലോകത്തിലേക്ക് ചൊരിയപ്പെട്ട ഈ വിശുദ്ധ കുർബാനയിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ഈശോ തൻ്റെ ആത്മാവിനെ, ഈശോ തന്നെ സ്വയം ദാനമായി കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ശിഷ്യന് കൊടുത്തു. ആ വിശുദ്ധ കുർബാനയെയും പരിശുദ്ധാത്മാവിനെയും ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന്, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഈശോയുടെ സ്വയം ദാനമായി സ്വീകരിച്ച ഓരോ ശിഷ്യനും ഈശോയുടെ മഹത്വത്തിൻ്റെ സാക്ഷിയായി ലോകത്തിൻ്റെ മുമ്പിൽ മാറി. ഇന്നും അത് സംഭവിക്കുകയും ഈശോയുടെ കുരിശിൻ്റെ വഴിയെ നടന്ന് ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഈശോയുടെ മരണത്തോട് സ്വയം ഐക്യപ്പെടുത്തി ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആ വിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവും സ്വന്തം ഹൃദയത്തിലേക്ക്, സ്വന്തം ആത്മാവിലേക്ക്, സ്വന്തം ആന്തരികതയിലേക്ക് സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയുടെ സാക്ഷിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും നിനക്കും സാധിക്കും. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി നാം ത്യാഗത്തോടും വേദനയോടും കൂടി ആത്മാർപ്പണം ചെയ്യുമ്പോൾ, ത്യാഗങ്ങളും വേദനകളും ഏറ്റെടുത്ത് അസൗകര്യങ്ങളും തടസ്സങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ജീവിതത്തിൻ്റെ വേദനകളും ത്യാഗങ്ങളും സഹനങ്ങളും കണ്ണുനീരുകളും കഷ്ടങ്ങളുടെ ഓർമ്മകളുമെല്ലാം ഓരോ വിശുദ്ധ കുർബാനയിലും തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നതിലൂടെ കൊടുത്തുകൊണ്ട്, അങ്ങനെ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ആന്തരികതയിലേക്ക് ഈശോയെ സ്വീകരിച്ച് ഈശോയാൽ നിറയപ്പെടുന്നതിലൂടെ, അങ്ങനെ ഞാനും എൻ്റെ ഈശോയും നാം ഓരോരുത്തരും ഈശോയോട് ഐക്യപ്പെടുന്നതിലൂടെ വിശുദ്ധമായ ഒരു കൂട്ടായ്മയിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുന്നതിലൂടെ, സ്വർഗീയമായ സ്വർഗോന്മുഖമായ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മുടെ വ്യക്തിജീവിതം പ്രവേശിക്കുന്നതിലൂടെ നാം ഓരോരുത്തരും ഈശോയുടെ മഹത്വം സ്വന്തമാക്കുകയും ഈശോയുടെ മഹത്വം ലോകത്തിന് മുമ്പിൽ പ്രകാശിതമാക്കുകയും, അങ്ങനെ ഈശോയെ പ്രകാശിപ്പിക്കുന്ന, പ്രകാശം പരത്തുന്ന പ്രകാശത്തിൻ്റെ ഉറവിടങ്ങളായി മാറുകയും ചെയ്യും. അങ്ങനെ ഈശോയാകുന്ന പ്രകാശത്തെ സ്വന്തമാക്കി ആ പ്രകാശം പകർന്നു കൊടുക്കുന്ന, ഈശോയെ മഹത്വപ്പെടുത്തുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ. അതിന് വേണ്ട കൃപ ഓരോ ദിവസവും നമുക്ക് നൽകുന്ന, ക്രമാനുഗതമായി ഈശോയിലേക്ക് നമ്മെ വളർത്തുന്ന വിശുദ്ധ കുർബാന നമുക്ക് ദിവസവും സ്വീകരിക്കുവാൻ സാധിക്കട്ടെ. അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.